ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാവലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു കോക്കനട്ട് പുഡിങ് നമുക്കിന്ന് കാണാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. മുറ്റനല്ലാത്ത നല്ലൊരു തേങ്ങ എടുക്കുക. അതിൻ്റെ പാതി ഭാഗമാണ് നമുക്ക് ആവശ്യം. അത് നന്നായിട്ട് തിരുകിയതിന് ശേഷം അതിനെ ഒരു ജാറിലേക്കിട്ട് ശകലം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൊത്തൊന്നും വരാണ്ട് ആ തേങ്ങാപ്പാൽ കട്ടി പാലാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ആ പൊടി നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിലോട്ട് കട്ടിയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു തരിപ്പുള്ളം വരാത്ത രീതിയിൽ വേണം തേങ്ങാപ്പാലിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ നോക്കി അതിൽ നിന്ന് സൈഡിൽ നിന്നെല്ലാം നോക്കുമ്പോൾ ഒരു കട്ടയും വന്നിട്ടുള്ള നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ്. നമുക്ക് നെസ്ലയുടെ തന്നെ വേണമെന്നല്ല, ഒരു മിൽക്ക് മെയ്ഡ് എടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് വേണ്ട പറ്റില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ലൊരു കട്ടിയാകുന്ന രീതിയിൽ കുറുക്കിയെടുക്കണം. കൈ എടുക്കാൻ പാടില്ല. സ്പൂണ് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അത് കുറുകി വരുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ അത് നാശമായി പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതിനെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ കോരി എടുക്കുന്ന ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഞാനൊരു തിക്നെസ്സിലായതിന് ശേഷം ഇതിലേക്ക് ഒരു ഏലക്ക ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരാനായിട്ടാണ് ഞാൻ ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ ചൂടിൽ തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വന്നോളും. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്, ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഞാൻ നോക്കുമ്പോൾ നന്ന പഞ്ഞി പോലെ ഒരു പൂ പോലെ ആയിട്ടുണ്ട്. ആ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ആക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് അത് ഇളകി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് നാവിലിട്ടാൽ ഇങ്ങനെ പഞ്ഞി പോലെ ഐസ്ക്രീം പോലെ തോന്നുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് പുഡിങ്ങാണിത്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഞാൻ കട്ട് ചെയ്യുമ്പോൾ എത്രയും സോഫ്റ്റായിട്ടാണ് വരുന്നതെന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനിത് ഉണ്ടാക്കി ഈ ഒരു വീഡിയോ എടുത്ത് വീട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും കഴിച്ചിട്ട് നിമിഷം കൊണ്ടാണ് കാലിയായിട്ടുള്ളത്. അത്രയും ടേസ്റ്റി ആയിരുന്നു, അത്രയും സൂപ്പറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ടോ, പ്ലേറ്റ് കംപ്ലീറ്റായി കാലിയായിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.